2026 ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് ഇന്ന് തിരി തെളിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും കണ്ണുകൾ ചെന്നെത്തുന്നത് ലോക പ്രശസ്ത താരങ്ങളായ ഏതാനും പേരിലേക്കാണ്. അവരുടെ അവസാനത്തെ ലോകകപ്പ് മത്സരം കൂടിയാണിത്. ഒരുപക്ഷെ ലോക പ്രശസ്തനായ കഴിഞ്ഞ തവണ 2022 അർജന്റീനയെ ലോകകപ്പ് കിരീടത്തിലേക്ക് എത്തിച്ച ക്യാപ്റ്റൻ ലയണൽ മെസ്സി, ഒപ്പം തന്നെ പോർച്ചുഗലിൻ്റെ ഏറ്റവും ലോക പ്രശസ്തനായ ഫുട്ബോളർ ക്രിസ്ത്യാനോ റൊണാൾഡോ, അതുപോലെ മോഡ്രിച്ച്, ക്രൊയേഷ്യയുടെ ഏറ്റവും വലിയ മിഡ്ഫീൽഡർ താരം കിലിയൻ എംബാപ്പെ വിരമിക്കുന്നില്ലെങ്കിലും രണ്ടാം ജനറേഷനിലെ ഏറ്റവും പ്രമുഖ കളിക്കാരിലെ ഒരാളാണ്. നെയ്മർ ബ്രസീലിൻ്റെ താരമാണ്. ഒരുപക്ഷെ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ലോകത്തെ എക്കാലത്തെയും രണ്ട് വലിയ ഫുട്ബോളർമാർ ഈ വേൾഡ് കപ്പിൽ കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഈ താരങ്ങളൊക്കെ വെള്ളി നക്ഷത്രങ്ങളായി ഈ ഫുട്ബോൾ കളത്തിലിറങ്ങാൻ നിൽക്കെ ലോകത്തെ കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ഈ കളിയിലേക്ക് ഉറ്റുനോക്കിയാണ്. ഒരുപക്ഷെ ഇന്ത്യക്ക് സ്വന്തമായി ഇന്ന് വരെ ലോകകപ്പിൽ കളിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു മലയാളി ഖത്തർ ടീമിന് വേണ്ടി കളിക്കുന്നു എന്നുള്ളത് ഇത്തവണത്തെ കൗതുകരമായിട്ടുള്ള വാർത്തയാണ്. ഇന്ത്യ കളിച്ചിട്ടില്ല. ഇന്ത്യക്ക് ഒരു കാലത്ത് ലോകകപ്പിൽ കളിക്കാൻ അനുമതി ലഭിച്ചതാണ്, പക്ഷെ അക്കാലത്ത് ഇന്ത്യ ലോകകപ്പിൽ കളിച്ചിട്ടുമില്ല. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ അർജന്റീനയ്ക്കും ബ്രസീലിനുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത്. പിന്നെ പോർച്ചുഗലിനുണ്ട്, അതുപോലെ ഫ്രാൻസിനുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആരാധകർ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന് തന്നെയാണ്. അപ്പോൾ ഇത്തവണത്തെ ചാമ്പ്യന്മാർ ആരായിരിക്കും? 48 ടീമുകൾ മത്സരിക്കുന്ന ആദ്യത്തെ ലോകകപ്പ് വേദിയാണ്. ഇതുവരെ മാക്സിമം കഴിഞ്ഞ ലോകകപ്പ് ഒരു 32 ടീമുകളാണ് ഏറ്റുമുട്ടിയിരുന്നത്. ഇപ്പോൾ ജനാധിപത്യപരമായി വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മത്സരവേദിയായി ലോകകപ്പ് മാറിയിരിക്കുന്നു. ഏഷ്യയിൽ നിന്ന് തന്നെ 9 രാജ്യങ്ങളുണ്ട്. അതിൽ യുദ്ധം ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുമ്പോൾ അമേരിക്കയിൽ പോയി ഇറാൻ ലോക ഫുട്ബോളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം അതിന് കൈവന്നിട്ടുണ്ട്. അമേരിക്കയിൽ തങ്ങാൻ അനുവാദമില്ലാത്തത് കൊണ്ടും സുരക്ഷാ കാരണങ്ങളാലും അവർ താമസിക്കുന്നത് മെക്സിക്കോയിലാണ്. ഈ പറയുന്ന മെക്സിക്കോയിലാണ് ഇന്ന് ആദ്യത്തെ മത്സരം തന്നെ നടക്കുന്നത്, മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ. നേരത്തെ ഇവർ ഏറ്റുമുട്ടിയപ്പോൾ സമനിലയായിരുന്നു ഫലം. ഇപ്പോൾ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിൽ എല്ലാവരും സാധ്യത കൽപ്പിക്കുന്നത് മെക്സിക്കോയ്ക്കാണ്. കാരണം മെക്സിക്കോയാണ് കൂടുതൽ മത്സരങ്ങൾ ജയിച്ച് ഫോമിൽ നിൽക്കുന്ന ടീം. എന്തായാലും മത്സരങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെ വരുന്നു. ആദ്യ റൗണ്ടിൽ 48 ടീമുകളിൽ നിന്ന് 32 ടീമുകളെ ആയിരിക്കും അടുത്ത റൗണ്ടിലേക്ക് എടുക്കുക. പിന്നെ നോക്കൗട്ടുകളാണ്. ഒരുപാട് മത്സരങ്ങളാണ്. 104 മത്സരങ്ങൾ ഇത്തവണ ഉണ്ടാവും. കഴിഞ്ഞ തവണ 64 മത്സരങ്ങളെ ഉള്ളായിരുന്നു. ടീമുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് 40 മത്സരങ്ങൾ കൂടിയിരിക്കുന്നു. അമേരിക്കയിൽ 11 സ്റ്റേഡിയങ്ങളുണ്ട്, മെക്സിക്കോയിൽ 3 സ്റ്റേഡിയങ്ങൾ, അതുപോലെ കാനഡയിൽ 2 സ്റ്റേഡിയങ്ങൾ. അങ്ങനെ മൊത്തം 16 സ്റ്റേഡിയം ആണുള്ളത്. 48 ടീമുകൾ, 104 മത്സരങ്ങൾ. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ മാമാങ്കമാണ് അരങ്ങേറാൻ പോകുന്നത്. ഇതിലെ ഉദ്ഘാടനത്തിൽ തന്നെ പാടുന്ന ഷക്കീറ, ഒരുപക്ഷെ ലോക പ്രശസ്തയായ കൊളംബിയയിൽ നിന്നുള്ള പോപ്പ് ഗായികയാണ്. അവരുടെ പാട്ടുകൾ ലോകകപ്പ് വേദികളിൽ വലിയൊരു സൗന്ദര്യമായി മാറിയതാണ്. അവർ 2006 പാടാൻ തുടങ്ങിയതാണ് ജർമ്മനിയിൽ. അത് വലിയ പാട്ടായിരുന്നു. 2010 ഒരു പക്ഷേ ആഫ്രിക്കയിൽ നടന്ന ലോകകപ്പിലാണ് ഷക്കീറയുടെ പാട്ട് ഒരു ലോകത്തിൽ തരംഗമായി മാറിയത്. വക്ക വക്ക ദിസ് ടൈം ഫോർ ആഫ്രിക്ക എന്ന പാട്ട് ഒരുപക്ഷെ ആഫ്രിക്കയിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളെയും ലോകമെമ്പാടുമുള്ള ജനതയും ഹരം കൊള്ളിച്ചതാണ്. അവർ നൃത്തം ചെയ്തുകൊണ്ട് പാടിയ പാട്ട്. പിന്നീട് 2014 ബ്രസീലിലും അവരുടെ ആ സാമ്പാ നൃത്തവും പാട്ടും വലിയ രീതിയിൽ ആൾക്കാരെ ആകർഷിച്ചതാണ്. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഷക്കീറ വീണ്ടും പാടുന്നു. ഷക്കീറ നൈജീരിയൻ ഗായകനോടൊപ്പം, ബെർണി ബോയോടൊപ്പം പാടുന്നു എന്നുള്ളതാണ് ഈ വേൾഡ് കപ്പിൻ്റെ പ്രത്യേകത. അവർ പാടാൻ പോകുന്നത് ഡായ് ഡായ് എന്ന പാട്ട്. ഒരുപക്ഷെ അതും തരംഗമായി മാറിയേക്കാം. അപ്പോൾ 4 ലോകകപ്പുകളിൽ പാടുന്ന ഗായികയായി മാറുന്നു ഷക്കീറ. അപ്പോൾ സംഗീതവും നൃത്തവും ഒപ്പം തന്നെ ഫുട്ബോളിൻ്റെ മാസ്മരിക സൗന്ദര്യവും അടുത്ത
ഒരു 39 ദിവസം നമ്മൾ കാണാൻ പോവുകയാണ്. ലോകം മുഴുവൻ ഒരു പന്തിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ പന്ത് എന്നറിയപ്പെടുന്ന ട്രിയോണ്ട വെച്ചാണ് കളി വരുന്നത്. ഒരാൾക്ക് ഓഫ് സൈഡ് ആയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഫൗൾ ചെയ്താൽ എല്ലാം അപ്പപ്പോ ഡിജിറ്റൽ ഫുട്ബോൾ പന്തിലൂടെ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്ന, അത് നേരെ ഡാറ്റ അവിടേക്ക് വരും. നിരവധി ക്യാമറ കണ്ണുകൾ ഈ ഫുട്ബോളിൽ തന്നെയുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഡിജിറ്റൽ ക്യാമറകളൊക്കെയുള്ള ഒരു ഫുട്ബോളാണ് അവർ കളിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പുതുമകളുള്ള ലോകകപ്പ് മത്സരമാണ് വരുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ നടുവിൽ മറ്റൊരു ഫുട്ബോൾ യുദ്ധം. ഇറാൻ തന്നെ കളിക്കാൻ പോകുന്നത് അമേരിക്കയിലേക്ക് കളിക്കുന്നതിന് മുമ്പേ പറക്കാൻ പറ്റുള്ളൂ. അവർ ലോസ് ഏഞ്ചലസിൽ അമേരിക്കയിൽ പോയി കളിച്ച് അതേ കളി കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് പോകണം. കാരണം ഒറ്റ ദിവസമാണ് അവർക്ക് അവിടെ നിൽക്കാൻ അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ കളി കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറുകളിൽ വീണ്ടും മെക്സിക്കോയിൽ, അയൽരാജ്യമായ മെക്സിക്കോയിൽ ക്യാമ്പിൽ പോയി കഴിയണം. പിന്നീട് മറ്റൊരു മത്സരത്തിന് വരാൻ പറ്റും. 2 കളികൾ ഇറാന് ലോസ് ഏഞ്ചലസിലും മറ്റൊരു കളി സിയാറ്റിൽ, അമേരിക്കയുടെ ഒരു സംസ്ഥാനമായ വാഷിങ്ടണിലെ തലസ്ഥാനമായ സിയാറ്റിലുമാണ്. ഇറാൻ രാഷ്ട്രീയ കാരണങ്ങളാൽ ഇറാൻ ശ്രദ്ധിക്കപ്പെടുന്നു. ഇറാൻ്റെ പോലെ സൗദിയും ഖത്തറൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ 9 രാജ്യങ്ങൾ, ജപ്പാൻ ഒരുപക്ഷെ ഏഷ്യയുടെ വലിയ പ്രതീക്ഷയായിട്ട് അറിയപ്പെടുന്ന രാജ്യമാണ്. ഇവിടെ വാതുവെപ്പുകളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെ നടക്കുന്നുണ്ട്. ആര് ജയിക്കും? പല ടീമുകൾക്കും സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഇപ്പോഴത്തെ ചാമ്പ്യന്മാരായ അർജന്റീനയും ബ്രസീലും, ഇക്വഡോർ കറുത്ത കുതിരകളായിട്ട് വരാൻ സാധ്യതയുള്ള ടീമാണ്. യൂറോപ്പിൽ നിന്ന് ഫ്രാൻസ് 2 തവണ അടുത്ത കാലത്തായിട്ട് ഉയർന്നു വന്ന, പിന്നെ റണ്ണറപ്പായി, കഴിഞ്ഞ തവണ ഒരു റണ്ണറപ്പായിരുന്ന ടീമാണ്. അപ്പോൾ ഫ്രാൻസ് ഉണ്ട്, സ്പെയിനുണ്ട്. സ്പെയിൻ ലോകകപ്പ് കിരീടം ചൂടിയ ടീമാണ്. അപ്പോൾ ഫ്രാൻസും സ്പെയിനുമാണ് യൂറോപ്പിൽ നിന്ന് ഫേവറേറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. പക്ഷെ കറുത്ത കുതിരകളായി പോർച്ചുഗലുണ്ട്, ബ്രിട്ടനുണ്ട്, ഹോളണ്ടുണ്ട്. ഹോളണ്ട് വ്യക്തിപരമായി പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇഷ്ടപ്പെട്ട ഒരു ടീമായിരുന്നു. ഓറഞ്ച് നിറത്തിലുള്ള ജേഴ്സി അണിഞ്ഞ് വരുന്ന ഹോളണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹോളണ്ടിനെ ഇഷ്ടപ്പെടാനൊരു കാരണം, ഹോളണ്ടിൻ്റെ നായകൻ യോഹൻ ക്രൈഫ് ഒരുപക്ഷെ പെലെയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടേണ്ട ഒരു താരമായിരുന്നു. വേണ്ടത്ര ആഘോഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. ടോട്ടൽ ഫുട്ബോൾ എന്ന ഒരു ഫുട്ബോൾ മാന്ത്രിക വിദ്യയുമായിട്ട് ലോകത്തെ അമ്പരപ്പിച്ച ഫുട്ബോളറാണ് യോഹൻ ക്രൈഫ്, ഹോളണ്ടിൻ്റെ, നെതർലൻഡ്സിൻ്റെ താരം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്ന ടീം ആരും വലിയ സാധ്യത കൽപ്പിക്കാതിരുന്നിട്ടും ഹോളണ്ട് അടിച്ചു കയറി 1974 ഹോളണ്ട് വലിയ രീതിയിൽ ഫൈനൽ വരെ തിരമാല കണക്കെത്തിയത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. യോഹൻ ക്രൈഫ് എന്ന മുടി നീട്ടി വളർത്തിയ താരം പന്തുമായി പറക്കുന്നത് ചുറ്റും അലമാല കണക്കെ. ടോട്ടൽ ഫുട്ബോളിൻ്റെ തിയറി തന്നെ 11 കളിക്കാരൻ ഗോളി അടക്കം ഒരുപോലെ പോയി ആക്രമിക്കുന്നു, ഒരുപോലെ തിരമാല പോലെ പുറകോട്ട് ഡിഫൻസിലേക്ക് വരുന്ന അത്രയും സ്റ്റാമിന വേണം. ഒരേ സമയം ആക്രമണ ഫുട്ബോൾ കളിക്കുന്ന, ഒരേ സമയം 11 പേരും പ്രതിരോധത്തിലേക്ക് വരുന്നു. ഈ ഒരു ഫുട്ബോൾ ശൈലിയിലൂടെയാണ് ഹോളണ്ട് ഫൈനലിൽ എത്തിയത്. പക്ഷേ ജർമ്മനിയുടെ ബെക്കൻ ബോവറിൻ്റെ ടീമുമായിട്ടാണ് ഏറ്റുമുട്ടേണ്ടി വന്നത്. ഇവിടെ യോഹൻ ക്രൈഫ് 1-2 മികച്ച ഫുട്ബോളർമാർ മുന്നിൽ നിന്നപ്പോൾ അവിടെ ബെക്കൻ ബോവറും മുള്ളറും അടക്കമൊക്കെയുള്ള ഒരുപാട് പ്രമുഖരായിട്ടുള്ള താരങ്ങൾ ജർമ്മനിക്ക് ഉണ്ടായിരുന്നു. കളിയിൽ ആദ്യം ഹോളണ്ട് ആധിപത്യം പുലർത്തിയിരുന്നെങ്കിലും പിന്നീട് ജർമ്മനി ആധിപത്യം പിടിച്ചെടുക്കുകയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, അന്ന് ടെലിവിഷൻ ചാനലുകളില്ല 74. അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് റേഡിയോയിലാണ് ഞങ്ങളൊക്കെ ഇതിൻ്റെ കമൻട്രി കേട്ടുന്നത്. പിന്നീടാണ് ദൃശ്യവിസ്മയമായിട്ട് ലൈവായിട്ട് ടെലിവിഷൻ ചാനലുകളിൽ ഇത് പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥയുണ്ടായത്. ഒരു പക്ഷേ 86 ഡീഗോ മറഡോണയൊക്കെ വലിയ തലത്തിൽ താരമായി ഉദിച്ചേർന്ന സമയത്താണ് അതിൻ്റെ ഒരു ഇതുണ്ടായത്. ഇന്ത്യയിലും ദൂരദർശനമൊക്കെ ഇതായിട്ട് വന്നത് 80-85 കാലഘട്ടത്തിലാണ്. 1982 ഇറ്റലിയുടെ പാവ്ലോ റോസിയുടെ ഒരു ഉദയം കണ്ടവരാണ്. കാരണം പാവ്ലോ റോസി അല്പം പ്രായം കൂടിയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് എന്തോ പേരിൽ ഫുട്ബോളിൽ നിന്നൊക്കെ സസ്പെൻഡ് ചെയ്യപ്പെട്ട് ആൾക്കൊരു ചാൻസ് കൊടുത്തതാണ്. പക്ഷെ ആ പാവ്ലോ റോസിയാണ് ഇറ്റലിയെ ഒറ്റയ്ക്ക് എന്ന പോലെ ഫൈനലിലും എത്തിച്ച് ഫൈനലിൽ ഗോളുകൾ നേടി ഇറ്റലിക്ക് കിരീടം നേടിക്കൊടുത്തത് 82. 86 ഡീഗോ മറഡോണ വരുന്നത്. ഡീഗോ മറഡോണ ഒരു അത്ഭുതമായി വന്നൊരു താരമാണ്. മിഡ്ഫീൽഡിൽ നിന്ന് അത്ഭുതങ്ങൾ, മാന്ത്രിക
പന്തുകൾ ഡ്രിബിൾ ചെയ്ത് കയറി 5-6 ഡിഫൻഡർമാരെ വെട്ടിച്ച് ഗോൾ നേടുന്ന ഡീഗോ മറഡോണയുടെ ചിത്രം ഇന്നും മലയാളികളുടെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിലുണ്ട്. മറഡോണയുടെ ഒരു ഗോളിനെ കുറിച്ച് വലിയ ചർച്ച തന്നെ നടന്നതാണ്. മറഡോണ ഒരു ഗോൾ അടിച്ച് ജയിച്ചത് കൈകൊണ്ടാണ് എന്നുള്ള ആക്ഷേപം വന്നപ്പോൾ അതേക്കുറിച്ച് വലിയ ഇത് നടന്നു. മറഡോണയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അത് ഫൗളായിരുന്നില്ലേ, അത് കൈകൊണ്ടല്ലേ ഗോൾ അടിച്ചത്? പക്ഷേ റഫറി അത് ഗോളാണെന്ന് വിധിക്കുകയും ചെയ്തു. ആ നിർണായക ഗോൾ ഒരു പക്ഷേ അർജന്റീനയെ വിജയിപ്പിച്ച ഗോളാണ്. അപ്പോൾ മറഡോണ പറഞ്ഞത് അത് ഗോഡ്സ് ഹാൻഡ് എന്നാണ്. അത് ദൈവത്തിൻ്റെ കരമാണ്, ദൈവത്തിൻ്റെ കൈയാണ്. അതിൽ രണ്ടർത്ഥമുണ്ട്. എൻ്റെ കൈ കൊണ്ടാണ് ഗോളായി എന്നുള്ള അർത്ഥം വയ്ക്കാം, അല്ലെങ്കിൽ ദൈവം എന്നെ കയ്യിലൂടെ ഗോളടിപ്പിച്ചതാണ് എന്നുള്ള അർത്ഥം. അത് വലിയ വിവാദമായിട്ടുള്ള പ്രസ്താവനയായിരുന്നു ഗോഡ്സ് ഹാൻഡ്. അത് 1986 വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു ഇതായിരുന്നു. ഡീഗോ മറഡോണ പെലെയെപ്പോലെ വാഴ്ത്തപ്പെട്ട് മാറിയ ഒരു കാലമായിരുന്നു അത്. അപ്പോൾ അതിനു മുമ്പ് അർജന്റീന 78 മറിയ കമ്പസും പാസ്റ്ററലിയൊക്കെ ഇത് ചെയ്തിട്ട് കപ്പ് നേടിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു വിജയം അർജന്റീനയ്ക്ക് താരപ്രഭയാർന്ന വിജയം 86 ഉണ്ടായത്. പിന്നീട് അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ രാജ്യങ്ങൾ ഉയർന്നു വരുന്ന കിലിയൻ എംബാപ്പയുടെ ചിറകിലേറി ഫ്രാൻസ് ജയിച്ചു വരുന്നത്. ഫ്രാൻസിൽ മിഷേൽ പ്ലാറ്റിനിയുടെ, അത് 80കളിലാണ്, മിഷേൽ പ്ലാറ്റിനിയുടെ നേതൃത്വത്തിൽ ഫ്രാൻസ് ഒരു അജയ്യമായ ടീമുമായിട്ട് ഉയർന്നു വരുന്നത്. പിന്നീട് പ്ലാറ്റിനിയുടെ കാലഘട്ട ശേഷം പിന്നെ കിലിയൻ എംബാപ്പെ, ഇപ്പോഴും കിലിയൻ എംബാപ്പെ ഫ്രാൻസ് ടീമിൻ്റെ നെടുന്തൂണാണ്. ഫ്രാൻസ് ഇത്തവണ കിരീടം ചൂടിയാൽ അതിന് പ്രധാന കാരണക്കാരൻ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ഫുട്ബോൾ ഫോർവേഡ് താരമായിട്ടുള്ള കിലിയൻ എംബാപ്പയുടെ തോളിലേറിയായിരിക്കും. അപ്പോൾ ഈ തരത്തിൽ ഒരുപാട് താരങ്ങൾക്കും പുതിയ ലോക രാജാക്കന്മാർക്കും വഴിതെളിക്കുന്ന ഒരു ഫുട്ബോൾ മാമാങ്കമായി ഇത് മാറിയേക്കാം. എന്തായാലും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിൽ ആദ്യമായിട്ടാണ് 3 രാജ്യങ്ങളിൽ ഈ ലോകകപ്പ് മത്സരം നടക്കുന്നത്. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ അരങ്ങേറുന്നത്. കാരണം 11 സ്റ്റേഡിയം അവിടെയാണ്. 3 സ്റ്റേഡിയമാണ് മെക്സിക്കോയിലുള്ളത്, 2 സ്റ്റേഡിയം കാനഡയിലും. അപ്പോൾ ഭൂരിപക്ഷം മത്സരങ്ങൾ നടക്കുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ സ്റ്റേഡിയങ്ങളുണ്ട്. അപ്പോൾ അമേരിക്കയാണ് ഇതിൻ്റെ ഒരു ഇതായിട്ട് മാറുന്നത്. അമേരിക്ക ഇത്തവണ ലോകകപ്പ് ഫുട്ബോളിൽ മത്സരിക്കുന്നില്ല. അവർ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പുറത്തായതാണ്. ഇറാന് പകരം ഇറ്റലിയെ മത്സരിപ്പിക്കണം, ഇറ്റലി പുറന്തള്ളപ്പോയതാണ്, അവരെ മത്സരിപ്പിക്കണമെന്ന് ട്രംപ് അടക്കമുള്ളവർ വാദിച്ചിരുന്നു. പക്ഷേ അത് ഫിഫയും അതിൻ്റെ ഭാരവാഹികളും തള്ളിക്കളഞ്ഞു. അങ്ങനെ ഇറാനെ കളഞ്ഞുകൊണ്ട് വേറൊരു ടീമിനെ കയറ്റാൻ പറ്റില്ല എന്നുള്ള നിലപാടെടുത്തു. എന്തായാലും ഇറ്റലിയും അതിനോട് യോജിച്ചില്ല. കാരണം അർഹതയില്ലാതെ മത്സരത്തിന് പോകണ്ട എന്നാണ് അവർ തീരുമാനിച്ചത്. ഇതൊക്കെ പറയുമ്പോഴും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതൊരു താരം ഈ 22 വേൾഡ് കപ്പ് പോരാട്ടങ്ങളിൽ നമ്മുടെയൊക്കെ അതിശയിപ്പിക്കുന്ന ലോക മാന്ത്രികൻ എന്ന് പറയുന്നത് എക്കാലത്തെയും മികച്ച ഫുട്ബോളറായിട്ട് അറിയപ്പെടുന്ന പെലെയാണ്. നസിമെൻറ്റോ എന്ന പേരുള്ള പെലെയുടെ ചുരുക്കപ്പേരാണ്, അല്ലെങ്കിൽ കളിപ്പേരാണ് പെലെ. പെലെ 1958-ലും 62-ലും 70-ലും ബ്രസീല് ലോകകപ്പ് ചൂടുമ്പോൾ അതിന് നേതൃത്വം വഹിച്ച ആളാണ്. 17-ാം വയസ്സിലാണ് പെലെ ആദ്യമായി ബ്രസീലിന് ലോകകപ്പ് കിരീടം നേടിക്കൊടുക്കുന്നത്. അത് വലിയൊരു ചരിത്രമായിരുന്നു. കാരണം 9 വയസ്സുള്ള പെലെ 9 വയസ്സുള്ള സമയത്ത് ബ്രസീലിൻ്റെ ടീം തോൽക്കുന്നത് കണ്ട് പൊട്ടിക്കരഞ്ഞ കുട്ടിയാണ്. അന്ന് അവൻ പറഞ്ഞു, പിതാവിനോട് പറഞ്ഞു, ഞാൻ ബ്രസീലിന് വേണ്ടി ഫുട്ബോൾ കിരീടം, ലോകകപ്പ് കിരീടം കൊണ്ടുവരും. അന്ന് എല്ലാവരും ഇത് 9 വയസ്സുള്ള ഒരു കുട്ടിയുടെ വെറും ഒരു തമാശയോ ഒരു ചാബല്യമായിട്ടാണ് കണ്ടത്. പക്ഷെ പെലെയുടെ വാക്കുകൾക്ക് തീയുടെ വിലയുണ്ടായിരുന്നു. അത്രയും തീവ്രമായ ഒരു ഇതായിരുന്നു. പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് പെലെ വരുന്നത്. പെലെയുടെ അച്ഛൻ നല്ല ഫുട്ബോളറായിരുന്നു. പക്ഷെ ഒരു മാച്ചിൽ മുട്ടിന് പരിക്ക് പറ്റി ഒരിക്കലും ഫുട്ബോൾ കളിക്കാൻ പറ്റാത്ത വിധത്തിൽ മാറി. കയ്യിൽ പൈസയില്ല. അദ്ദേഹം ഒരു സാധാരണ തൊഴിലാളി ആയിരുന്നു. അമ്മയും അതുപോലെ കൂലിപ്പണിക്കാരിയായിരുന്നു. അപ്പോൾ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ പെലെ തുണിപ്പന്ത് കെട്ടി അവിടുത്തെ തെരുവുകളിൽ മറ്റു കോളനികളിൽ കളിക്കുകയായിരുന്നു.
അവിടെ നിന്നാണ് പെലെ എന്ന താരം ഉദയം ചെയ്തു വന്ന് 17-ാം വയസ്സിൽ ദേശീയ ടീമിന് വേണ്ടി ബ്രസീലിന് വേണ്ടി ലോകകപ്പിനെത്തിയത്. അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പെലെയുടെ ബ്രസീൽ അന്ന് ലോകകപ്പ് കിരീടം 1958 നേടി, പിന്നീട് 62 നേടി. ഒരു വർഷത്തെ 66 ഇംഗ്ലണ്ടാണ് മറ്റ് ലോകകപ്പ് വിജയിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. 66 ഇംഗ്ലണ്ട് വിജയിച്ച ശേഷം വീണ്ടും 70 പെലെയുടെ നേതൃത്വത്തിൽ ലോകകപ്പ് കിരീടം ചൂടി. വലിയ മത്സരങ്ങളിൽ നിന്നായി 1363 മത്സരങ്ങളിൽ നിന്ന് 1279 ഗോളുകൾ നേടിയാണ് പെലെ വലിയ ചരിത്രം കുറിച്ചത്. പെലെ എക്കാലത്തെയും ഏറ്റവും വലിയ താരമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ താരമായി ലോകമെമ്പാടും തിരഞ്ഞെടുക്കപ്പെടുന്നത് പെലെയാണ്. വേറൊരു ഫുട്ബോൾ അസോസിയേഷൻ നടത്തിയ മത്സരത്തിൽ പെലെയും മറഡോണയും നൂറ്റാണ്ടിലെ താരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടു. പെലെയെ കൂടാതെ നമുക്ക് ലോകകപ്പ് ഫുട്ബോളിനെ കുറിച്ച് ചിന്തിക്കാനാവില്ല. പെലെ മുതൽ ഇങ്ങനെ താരങ്ങളുടെ ഒരു വലിയ നിര തുടങ്ങുകയാണ്. അതിൽ മറഡോണയുണ്ട്, സിദാനുണ്ട്. സിദാൻ ഫ്രാൻസിന് വേണ്ടി കളിക്കുമ്പോൾ ഇറ്റലിയുടെ മാട്രാസിയുമായി ഏറ്റുമുട്ടി. മാട്രാസി എന്തോ ചീത്ത വിളിച്ചതിൻ്റെ പേരിൽ മാട്രാസിയെ തല കൊണ്ട് കുത്തുകയും മാട്രാസി വീഴുകയും സിദാനെ കളിക്കളത്തിൽ നിന്ന് ചുവപ്പ് കാർഡ് കാട്ടി റഫറി പുറത്തുവിട്ടതൊക്കെ ഫുട്ബോൾ ചരിത്രത്തിലെ വളരെ അപൂർവമായ സന്ദർഭമാണ്. ഒരുപക്ഷെ അതോടുകൂടി തന്നെ സിദാൻ ഫുട്ബോൾ ടീമിൽ നിന്ന് പുറത്തുപോയി. സിഡാനെ പുറത്താക്കാൻ കാരണക്കാരനായ മാട്രാസിയുടെ ഇറ്റലി പിന്നീട് ലോകകപ്പിൽ നിലം തൊട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. രണ്ടു കൂട്ടർക്കും. ഫ്രാൻസ് പിന്നീട് തിരിച്ചു വന്നു. ഫ്രാൻസ് കിലിയൻ എംബാപ്പയുടെയൊക്കെ നേതൃത്വത്തിൽ പിന്നീട് തിരിച്ചു വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ സിദാനെ പോലൊരു കളിക്കാരൻ ലോകകപ്പിൽ നിന്ന് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്ന നിമിഷങ്ങളും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഇതുപോലെ ഞാൻ പറയാൻ വിചാരിക്കുന്ന ഒരുപാട് താരങ്ങളുടെ നിരയുണ്ട്. ഇപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട കുറേ താരങ്ങളുടെ പേര് പറയുമ്പോൾ പലരെയും വിട്ടുപോയി കാണാം. ഹോളണ്ടിൻ്റെ യോഹൻ ക്രൈഫിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ ഒരു കാലത്ത് യൂറോപ്യൻ ഫുട്ബോൾ ട്രോഫികൾ മുഴുവൻ നേടിക്കൊണ്ടിരുന്ന ഒരു ത്രയം ഹോളണ്ടിനുണ്ടായിരുന്നു. ഓറഞ്ച് പടക്കി നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന റൂഡ് ഗുള്ളിറ്റ് നീണ്ട മുടിയുമായിട്ട് കളിക്കളങ്ങളിൽ മുടി പറത്തി പാഞ്ഞുകൊണ്ടിരുന്ന ഫുട്ബോൾ വെടിക്കെട്ട് നടത്തിയിരുന്ന റൂഡ് ഗുള്ളിറ്റ്, മാർക്കോ വാൻ ബാസ്റ്റൻ, ഫ്രാങ്ക് റൈക്കാർഡ്, ഈ ത്രയമാണ് ഹോളണ്ടിനെ യൂറോപ്യൻ ഫുട്ബോളിൽ അധിപതികളായിട്ട് മാറ്റിയത്. പക്ഷേ പിന്നീട് ലോകകപ്പിൽ വന്നപ്പോൾ അവർക്ക് നിറം മങ്ങി. ഒരു പക്ഷേ യൂറോപ്പിലെ ജർമ്മനി അടക്കമുള്ള ടീമുകൾ ഹോളണ്ടിനെ പുറത്തു കളയാൻ ഒത്തുകളിച്ചു എന്നുള്ള ആരോപണമൊക്കെ വന്നതാണ്. എന്തായാലും ഹോളണ്ട് ഒരു നിർഭാഗ്യമുള്ള ടീമാണ്. പലതവണ 1974, 1978 പിന്നീടൊക്കെ ഫൈനലിൽ വന്നെങ്കിലും ലോകകപ്പ് നേടാൻ ഹോളണ്ടിനായിട്ടില്ല. ഇത് തന്നെയാണ് ക്രിസ്റ്റീന റൊണാൾഡോ നേരിടുന്ന പ്രശ്നവും. പോർച്ചുഗലിനെ കപ്പുമായിട്ട് ഇത്തവണ ലോകകപ്പിൽ നിന്ന് വിട പറയണമെന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന താരം ആഗ്രഹിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ജീവിതം ഈ പാവപ്പെട്ട തെരുവുകളിൽ നിന്ന് വന്ന ആളാണ് ക്രിസ്റ്റീന റൊണാൾഡോ. റൊണാൾഡോയുടെ അമ്മ തൂപ്പുകാരിയായിരുന്നു, അച്ഛനും ഒരു തൊഴിലാളിയായിരുന്നു. അവിടെ നിന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് അമ്മ മകനെ പഠിപ്പിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ നിന്ന് അതുകൊണ്ടാണ് ഇപ്പോഴും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അമ്മയെ കൂടെ പാർപ്പിച്ചിരിക്കുകയാണ്. താൻ എന്തൊക്കെയായോ ഇപ്പോൾ വലിയ ആയിരക്കണക്കിന് കോടിയുള്ള ആസ്തിയുള്ള റൊണാൾഡോ. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ചരിത്രമെടുത്താൽ പെലെ മുതൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, മെസ്സി, അതുപോലെ തന്നെ പിന്നെയും ഇങ്ങനെ വരുമ്പോൾ മറഡോണ. മെസ്സിക്ക് മുമ്പാണ് മറഡോണ. 80കളിൽ മെസ്സി പിന്നീടാണ് വരുന്നത്. മെസ്സി 85-ൽ, മറഡോണയ്ക്ക് ശേഷമാണ് മെസ്സിയുടെ കാലഘട്ടം ആരംഭിക്കുന്നത്. മെസ്സിയുടെ 6ാമത്തെ ലോകകപ്പാണിത്, അവസാനത്തേത്. അതുകൊണ്ട് ലോകകപ്പ് നേടിപ്പോകണമെന്ന് ഇവർക്കൊക്കെ ആഗ്രഹമുണ്ട്. അർജന്റീന ഒരിക്കൽ കൂടി ലോകകപ്പ് നേടിയാൽ മെസ്സിക്ക് അത് 2ാമത്തെ കിരീട നേട്ടമായിരിക്കും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലോകകപ്പ് നേടിയാൽ ആദ്യത്തെയും അവസാനത്തെയും. കാരണം ഇനി കളിക്കാൻ ലോകകപ്പിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉണ്ടാവില്ല. കിലിയൻ എംബാപ്പയ്ക്ക് ലോകകപ്പ് കിരീടം ചൂടാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഫ്രാൻസിന് വേണ്ടി. അതുപോലെ തന്നെ ലുക്ക മോഡ്രിച്ച്. ഒരുപക്ഷെ ക്രൊയേഷ്യ എന്ന ടീമിനെ കുറിച്ച് നമ്മളൊന്നും അടുത്ത കാലം വരെ അറിഞ്ഞില്ല. 2018-ൽ അവർ ഫൈനലിൽ കുതിച്ചെത്തിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇങ്ങനെ ഒരു ടീമും ക്രൊയേഷ്യ. അത് ലുക്ക മോഡ്രിച്ചാണ്. മോഡ്രിച്ചിൻ്റെ കുടുംബം അവിടുത്തെ വലിയ സ്വാതന്ത്ര്യ സമരവും കലാപം നടക്കുമ്പോൾ ജീവനം കൊണ്ടോടി പട്ടിണി കിടന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ലുക്ക മോഡ്രിച്ച് എന്ന ലോകത്തിലെ എക്കാലത്തെയും വലിയ മിഡ്ഫീൽഡർമാരിൽ ഒരാളായ മറഡോണയെ പോലെ തന്നെ ഏറ്റവും നല്ല മിഡ്ഫീൽഡറായിട്ട് വന്ന ആളാണ് മോഡ്രിച്ച്. മോഡ്രിച്ചിൻ്റെ
കളി കാണാൻ നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്നിട്ടുണ്ട്. ഫൈനലിൽ പരാജയപ്പെട്ടെങ്കിലും ലൂക്കോ മോഡ്രിച്ച് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ ആളാണ്. ഞാൻ എപ്പോഴും ഓർക്കുക, ടെന്നീസ് കോർട്ടുകളിലെ ഐസ്ബോർഗ് എന്ന് വിളിച്ചിരുന്ന ബിയോൺ ബോർഗ്, സ്വീഡനിൽ നിന്നുള്ള എക്കാലത്തെയും പ്രമുഖനായിട്ടുള്ള ടെന്നീസ് താരത്തിൻ്റെ പോലെയാണ്. എന്ത് സംഭവിച്ചാലും മുഖത്തൊരു കുലുക്കവുമില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും പരാതിയില്ല, എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന മോഡ്രിച്ച് ഇതുപോലെ ക്രൊയേഷ്യ എന്ന ചെറിയ ഒരു രാജ്യത്തെ കൊണ്ടുവന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിൽ പ്രതീക്ഷിച്ച ആളാണ്. ഇങ്ങനെ താരങ്ങളുടെ കഥ പറഞ്ഞാൽ ഒരുപാട് താരങ്ങളുടെ കഥ പറയേണ്ടി വരും. ഇംഗ്ലണ്ടിൻ്റെ ഹരിക്കെയിനും അതുപോലെ തന്നെ ഗോളിമാരുടെ ഒരുപാട് ഗോളികളുടേത്, റഷ്യയുടെ സോവിയറ്റ് യൂണിയൻ്റെ ഗോളിയായിരുന്ന യാഷ്ലിൻ മുതൽ ഇപ്പോഴത്തെ അർജന്റീനയുടെ മാർട്ടിനസ് വരെ ഒരു വലിയ താരനിര തന്നെയുണ്ട്. പിന്നെ ഫുട്ബോളിൽ അമേരിക്കക്കെതിരെയുള്ള മത്സരത്തിൽ കൊളംബിയക്ക് സെൽഫ് ഗോള് അടിച്ച അതിൻ്റെ പേരിൽ തിരിച്ചു ചെന്നപ്പോൾ വെടിയേറ്റ് ജീവൻ ത്യജിക്കേണ്ടി വന്ന എസ്കോബാർ അടക്കം അങ്ങനെ ഒരുപാട് പേരുടെ കഥയാണ് ലോകകപ്പ് ഫുട്ബോള്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓർമ്മകളിൽ തേടിയെത്തും. ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ ഇരമ്പലുമായി വിമാനങ്ങൾ ഇറാനിലേക്കും ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കും അതുപോലെ തന്നെ ഗൾഫിലെ അമേരിക്കൻ ബേസുകളിലേക്കൊക്കെ പറക്കുമ്പോൾ ഇതിനൊക്കെ ഒരു ഭാഗത്ത് നേതൃത്വം നൽകുന്ന അമേരിക്കയുടെ മണ്ണിൽ ഫുട്ബോൾ യുദ്ധത്തിന് പോരിനിറങ്ങുകയാണ് ഇറാൻ ടീം. അപ്പോൾ അപ്പുറത്ത് യുക്രൈൻ യുദ്ധം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന യുക്രൈന് ചുറ്റുമുള്ള പല ടീമുകളും ഈ ഫുട്ബോളിൽ കളിക്കുന്ന 2 മഹായുദ്ധങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഫുട്ബോൾ യുദ്ധം അരങ്ങേറുന്നത്. അത് ലോകത്ത് ഇത്രയും അശാന്തിയും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ച് ഈ ലോകത്തിൻ്റെ മാസ്മരികത ഉണർത്തുന്ന ഫുട്ബോളിൻ്റെ സൗന്ദര്യത്തിൽ ആമഗ്നരായി ദുഃഖങ്ങളെല്ലാം മറക്കുന്ന കോടിക്കണക്കിന് യുവജനങ്ങളുടെയും ഫുട്ബോൾ ആരാധകരുടെയും മനസ്സിൽ ഈ 39 ദിവസം പുതിയ ആനന്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ പുലരികളും രാത്രികളും ഉണ്ടാവട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു.